കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. പാൻ ആൻഡ് സൂം ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് പൊസിഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ നിന്നും ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇമേജ് വേണ്ട രീതിയിൽ വെച്ച ശേഷം ഈ ഈക്വൽ സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് വിനിയേറ്റ് എന്ന ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലെ ബ്ലൂ കളറിന് സമാനമായ കളർ തന്നെ സെലക്ട് ചെയ്യുക. ഈ രണ്ട് കീകളിലെയും പെർസെന്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നും ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറിന് സമമായി വെക്കുക. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇവിടെയുള്ള രണ്ട് ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്യുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും താഴത്തെ ലെയറിന് സമമായി വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ഇമേജ് ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് ഈ മാസ്കിനുള്ളിൽ വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്രഷ് സ്ട്രോക്ക് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഇവിടെ നിന്നും ഈ ലെയർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ രണ്ട് ലെയറുകളുടെയും ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ ബ്രഷ് സ്ട്രോക്ക് ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഇൻ ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും വൈറ്റ് റൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് 1.5 ആയി സെറ്റ് ചെയ്യുക. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ലെയർ ഓപ്ഷനിൽ നിന്നും ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ ലവ് കോട്ട്സ് എൻ്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ നിന്നും ഈ ടെക്സ്റ്റ് ബ്രഷ് സ്ട്രോക്ക് ഇമേജിന് മുകളിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് 1.5 ആയി സെറ്റ് ചെയ്യുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലവ് പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് റെക്ടാംഗിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ലെങ്ത് ഒരുപോലെ തന്നെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക.
ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. തംബ്നെയിലിൽ കാണിച്ചിട്ടുള്ള മറ്റു വീഡിയോസും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത അതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.